നമസ്തേ. ലോകം കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട മാസിഡോണിയൻ ചക്രവർത്തി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് ലോകം വാഴ്ത്തിപ്പാടിയ ചക്രവർത്തി, തന്റെ സൈനിക ശക്തിയുടെ പിൻബലത്തിൽ ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് സിന്ധു നദിക്കിപ്പുറമുള്ള ഭാരതമെന്ന മഹത്തരമായിട്ടുള്ള ദേശത്തോടും കൊതി തോന്നി. വളരെ പ്രയാസപ്പെട്ട് സിന്ധു നദി കടന്ന് ഭാരതത്തിലെത്തിയ അലക്സാണ്ടർക്ക് പക്ഷെ നേരിടേണ്ടി വന്നത് ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പ്രഹരങ്ങളും കനത്ത ആക്രമണങ്ങളുമായിരുന്നു. ഝലം നദി കൂടി കടന്നെത്തിയ അലക്സാണ്ടറെ പുരു എന്ന് പറയുന്ന പോറസ് മഹാരാജാവ് കനത്ത യുദ്ധത്തിന് വിധേയനാക്കി. പോറസ് രാജാവുമായിട്ടുണ്ടായ യുദ്ധത്തിൽ അലക്സാണ്ടർ സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് അലക്സാണ്ടറുടെ സൈന്യത്തിനുണ്ടായി. പോറസ് മഹാരാജാവുമായി സന്ധിയിലേർപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സൈന്യത്തിനോട് നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഭാരതത്തിൽ മുന്നോട്ട് ചെലുക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന തുടരാക്രമണങ്ങളെ പറ്റി ഭയന്നുകൊണ്ടാണ് അലക്സാണ്ടറുടെ സേന ഒരു പിൻമാറ്റത്തിന് അദ്ദേഹത്തെ നിർബന്ധിച്ചത്. അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളടക്കം മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല എന്ന് അലക്സാണ്ടറോട് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. സൈന്യത്തിനുള്ളിലുണ്ടായ ആഭ്യന്തര കലഹങ്ങളും സൈനിക മേധാവിമാരുടെ നിർദ്ദേശങ്ങളും അലക്സാണ്ടർക്ക് അനുസരിക്കുക മാത്രമായിരുന്നു വിധി. ഗംഗാ നദി കൂടി കടന്നെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങൾ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളുടെ സൈനിക ശേഷിയും സൈനിക പരാക്രമവും അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരികെ മാസിഡോണിയയിലേക്ക് മടങ്ങുവാനാണ് അലക്സാണ്ടർ തീരുമാനിച്ചത്. എന്നാൽ ഭാരതത്തിൽ നിന്നും കനത്ത പരാജയം ഏറ്റുവാങ്ങി തിരികെ പോകുന്ന വേളയിൽ പോലും അലക്സാണ്ടറെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ചെറിയ നാട്ടുരാജ്യങ്ങളും ഗോത്ര രാജ്യങ്ങളും വീണ്ടും അലക്സാണ്ടറെ ആക്രമിച്ചതായിട്ടും ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മല്ലിയർ എന്ന് പറയുന്ന ഗോത്രവർഗവുമായിട്ട് പോലും തിരികെ പോകുന്ന അലക്സാണ്ടർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മല്ലിയരുമായി ഉണ്ടായ യുദ്ധത്തിൽ അലക്സാണ്ടർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയതായിട്ടും അമ്പ് കൊണ്ട് പരിക്ക് പറ്റിയതായിട്ടും ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്സിൻഡറാക്കി തുടങ്ങിയ ഗോത്രവർഗ്ഗങ്ങളും അലക്സാണ്ടറെ പിന്നീട് ആക്രമിച്ചതായിട്ട്, ഭാരതം വിടുന്നതിന് മുമ്പ് ആക്രമിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും കീഴടക്കി അജയ്യനായിട്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഭാരതത്തിലെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് പോലും കനത്ത യുദ്ധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തിന് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. സൈനികരുടെ സംഖ്യയിൽ ഗുരുതരമായിട്ടുള്ള കുറവുണ്ടായി. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയോടെയാണ് അലക്സാണ്ടർ പൂർണ്ണമായും ഭാരതത്തിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായത്. പിന്നീട് മാസിഡോണിയയിലെത്തിയ അലക്സാണ്ടർ ചക്രവർത്തി 3 വർഷം കൂടി മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അലക്സാണ്ടറിന്റെ പരാക്രമവും ഭാരതത്തിലെത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പിൻവാങ്ങലും അദ്ദേഹത്തിന്റെ പരാജയവും ഒക്കെ ചരിത്രരേഖകളിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അനാലിസിസ് ഓഫ് അലക്സാണ്ടർ, ലൈഫ് ഓഫ് അലക്സാണ്ടർ, ഹിസ്റ്ററി ഓഫ് അലക്സാണ്ടർ, ബിബ്ലിയോതെക്ക ഹിസ്റ്റോറിക്ക തുടങ്ങിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഓർക്കുക, നമ്മളുടെ ഭാരത രാഷ്ട്രത്തിന്റെ അന്നത്തെ യുദ്ധവീര്യവും യുദ്ധപരാക്രമവും ലോകം കീഴ്പ്പെടുത്തിയ ചക്രവർത്തിയെ മുട്ടുകുത്തിക്കാൻ തക്കവണ്ണമുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അഭിമാനിക്കുക നമ്മുടെ വീരചരിത്രത്തിലും നമ്മളുടെ ഐതിഹാസിക പോരാട്ടങ്ങളിലും. നമസ്കാരം.